ജാമിഉൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽപ്പെട്ടതാണ് അവൻ ജാമിഉൻ നാസ്, ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നവനാണ്. ജാമിഉൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി, സംശയാതീതമായ ആ ദിവസത്തിന് വേണ്ടി, സംശയാതീതമായ സംശയമില്ലാത്ത ഉറപ്പായും സംഭവിക്കുന്ന അന്ത്യനാളിൽ അവൻ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കും. വജാമിഉ അഅ്മാലിഹിം, അല്ലാഹു ജാമിആണ്. ജാമിഉ അഅ്മാലിഹിം വ അർസാഖിഹിം, മനുഷ്യരുടെ അവന്റെ പടപ്പുകളുടെ അമലുകളും അതുപോലെ തന്നെ അവരുടെ റിസ്ക്കും അവൻ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. ഫലാ യത്റുകു മിൻഹാ സഗീറ വലാ കബീറ ഇല്ലാ അഹ്സാഹാ, അതിൽ ചെറുതാകട്ടെ വലുതാകട്ടെ കൃത്യമായി എണ്ണപ്പെടുത്തി വെക്കാതെ ഒന്നും തന്നെ മനുഷ്യരുടെ അമലുകളിലോ അവരുടെ റിസ്കിലോ അള്ള വിട്ടിട്ടില്ല. മനുഷ്യന്മാരുടെ അമലൊക്കെ അള്ള എണ്ണിക്കണക്കാക്കിയിട്ടുള്ളത്, എണ്ണിക്കണക്കാക്കി ഒന്നിച്ചു ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അവരുടെ അമാലുകൾ ശക്ത, അത് വ്യത്യസ്തങ്ങളാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുമിച്ച് ചേർക്കുക എന്നുള്ളത് അനായാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റിസ്ക് എണ്ണിക്കണക്കാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ജാമിആണവൻ. വജാമിഉ മാ തഫറഖ വസ്തഹാല മിനൽ അംവാത് അൽ അവ്വലീന വൽ ആഖിരീൻ ബികമാലി ഖുദ്റതിഹി വസിഅതി ഇൽമിഹി. അതുപോലെ തന്നെ അല്ലാഹു ജാമിആൻ. ജാമിഉ മാ തഫറഖ വസ്തഹാല മിനൽ അംവാത്, മരിച്ചവർ മരിച്ച് മണ്ണടിഞ്ഞ് അവരുടെ ശരീരങ്ങളെല്ലാം മണ്ണും പുഴുക്കളും മറ്റുള്ളവരുമൊക്കെ തിന്ന് നശിച്ച് ദ്രവിച്ച് അവിടെ ഇവിടെയൊക്കെ ആയി കിടക്കുകയാണെങ്കിൽ അതിനെല്ലാത്തിനെയും അത് അസംഭവ്യമെന്ന ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ചേർക്കും. ആരെ? അൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പടപ്പുകളെയും എല്ലാവരെയും ബികമാലി ഖുദ്റതിഹി വസിഅതി ഇൽമിഹി, അത് അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ കമാലും അവന്റെ ഇൽമിന്റെ സിഅത്തുമാണ്. എവിടെയാണ് ഒരു മനുഷ്യന്റെ എല്ലാം കത്തിച്ച് ചാമ്പലാക്കി എന്നിട്ടത് ഭസ്മമാക്കി അത് കടലിലൊഴുക്കി, അങ്ങനെ ഒഴുക്കി വിട്ട് കടൽ കൊണ്ടുപോയി എവിടെയൊക്കെ ഏതൊക്കെ ആഴത്തിലോ ഏതൊക്കെ നാട്ടിലോ എവിടൊക്കെ അതിന്റെ ഒരു നുരുമ്പ് പോലും കൊണ്ടുപോയി ഇടുന്നുണ്ടോ അതെല്ലാം എവിടെയാണ് പോകുന്നത് എന്നുള്ളത് അള്ളാന്റെ ഇൽമിൽ നിന്ന് പുറത്തില്ല. എവിടെ പോയാലും അള്ളാന്റെ ഇൽമിന്റെ ഉള്ളിലാണ്. എവിടെ പോയാലും അള്ളാഹു അതിനെ ഒരുമിച്ച് കൊണ്ടുവരും. അത് അള്ളാന്റെ ഖുദ്റത്തിന്റെ കമാലാണ്, അള്ളാന്റെ കഴിവിന്റെ കമാലിൽ പെട്ടതാണ്. ഒരൽപ്പം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽ നിന്ന് പുറത്തു പോകില്ല. എല്ലാറ്റിനെയും അവൻ ജാമിആണ്, ഒരുമിച്ച് ചേർക്കുക തന്നെ ചെയ്യും. അത് ആദ്യത്തെയാളെയും അവസാനത്തെയാളെയും ഒരാൾ പോലും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല. ഒരാൾ പോലും അതിൽ നിന്ന് എണ്ണത്തിൽ നിന്ന് പുറത്തു പോകില്ല. എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് ചേർക്കും. അവൻ ജാമിആണ്. അള്ളാന്റെ അസ്മാഇകളിൽ പെട്ടതാണ് അവൻ ജാമിആണ്, അല്ലെങ്കിൽ അള്ളാന്റെ സിഫത്തിൽപ്പെട്ടതാണ് അവൻ ജാമിആണ്. ജാമിഉൻ നാസ്, ജാമിഉൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി. അതുപോലെ തന്നെ ജാമിഉ അഅ്മാലിഹിം വ അർസാഖിഹിം, മനുഷ്യരുടെ അമലുകളും റിസ്ക്കും അതിനെ ഒരുമിച്ച് ചേർക്കുന്നവനാണ്. ഫലാ യത്റുകു മിൻഹാ സഗീറ വലാ കബീറ ഇല്ലാ അഹ്സാഹാ, മനുഷ്യൻ ചെയ്ത നന്മതിന്മകളിൽ ചെറുതോ വലുതോ ഒന്നും തന്നെ അല്ലാഹു എണ്ണി തിട്ടപ്പെടുത്താതെ വിട്ടിട്ടില്ല. മനുഷ്യരുടെ റിസ്കിൽ ചെറുതോ വലുതോ നിസ്സാരമായതോ വലുതോ ഒന്നും തന്നെ അല്ലാഹു എണ്ണിക്കണക്കാക്കാതിരുന്നിട്ടില്ല. വജാമിഉ മാ തഫറഖ വസ്തഹാല മിനൽ അംവാത് അൽ അവ്വലീന വൽ ആഖിരീൻ, മനുഷ്യരുടെ അല്ലെങ്കിൽ പടപ്പുകളുടെ അവരിൽ മരിച്ചവരുടെ അസംഭവ്യമെന്ന് തോന്നാവുന്ന എല്ലാം എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ അതെല്ലാം ഒരുമിച്ച് ചേർക്കുകയും ഈ കമാലി ഖുദ്റതിഹി വസിഅതി ഇൽമിഹി, അവന്റെ ഇൽമിന്റെ വിശാലതയാൽ അവന്റെ ഖുദ്റത്തിന്റെ കമാലിനാൽ അവൻ ഒരുമിച്ച് ചേർക്കും. ലാ റൈബ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാമിആണ്, അദലാണ്, ഹക്കമാണ്. അദിലാണ്, ഹക്കമാണ്, ഹക്കമാണ്. ഇത്രയുമാണ് ഈ മൂന്ന് അസ്മാകളാണ് നമ്മൾ ഇന്ന് വിശദീകരിച്ചത്. ونكتفي بهذا القدر وأسأل الله العظيم رب العالمين